നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോർ ആറ്റം മോഡലിനെ കുറിച്ചിട്ടാണ്. സോ ആറ്റം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതല്ല, നമുക്കറിയാവുന്ന കാര്യമാണ് ആറ്റം എന്നുള്ളത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ കൃത്യമായിട്ട് ആറ്റത്തിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഓരോ സയൻറ്റിസ്റ്റുകളും അതാത് കാലഘട്ടങ്ങളിൽ വന്നിട്ട് സ്റ്റഡീസ് നടത്തിയതിൻ്റെ അവരുടെ ഭയങ്കര ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഫൈനലി നമുക്കിന്ന് അറിയാവുന്ന ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താ പറയുക റിവീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആദ്യം വന്നാൽ നമുക്കറിയാം തോംസൺ മോഡലൊക്കെ ആയിരുന്നു. തോംസൺ മോഡൽ കഴിഞ്ഞ് റുദർഫോർഡ് മോഡൽ വന്നു. അതായത് ഓരോരുത്തരും ഓരോ കാലഘട്ടങ്ങളിൽ അറിവ് കൂടിക്കൊണ്ടുവരികയാണ്, എക്യുപ്മെന്റ്സ് കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആവുകയാണ്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ സ്റ്റഡീസ് നടത്തേണ്ട ഭാഗമായിട്ട് കുറച്ചുകൂടെ ഒത്തന്റിക് ആയിട്ടുള്ള റിസൾട്ടുകൾ വന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ റുദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത് പ്ലാനറ്ററി മോഡലാണ്. നമുക്കറിയാം ലൈക്ക് പ്ലാനറ്ററി മോഡൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, റുദർഫോർഡ് മോഡൽ പറയുന്നത് ഒരു ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റത്തിന് ഒരു സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിലാണ് ആ മേജർ ആറ്റത്തിന്റെ മെജോറിറ്റി മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ദെൻ അതിനെ ചുറ്റും ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ലൈക്ക് സണ്ണിനെ ചുറ്റി പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് പോലെ ന്യൂക്ലിയസിനെ ചുറ്റി സർക്കുലർ ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് നമ്മുടെ റുദർഫോർഡ് പറയുന്നത് പ്ലാനറ്ററി മോഡൽ. അപ്പോൾ റുദർഫോർഡ് മോഡൽ കഴിഞ്ഞ് വന്നതാണ് ബോർ മോഡൽ. റുദർഫോർഡ് മോഡലിന് കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആറ്റത്തിന് ഒരു പുതിയ മോഡൽ അദ്ദേഹമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഇസ് ബോർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ എന്താ ഈ ബോർ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് നമുക്ക് നോക്കാം. കുറച്ച് റുദർഫോർഡ് ആറ്റം മോഡലിന് സിമിലർ ആണ്, എന്നാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ ചില പോയിന്റുകൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബോർ അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ബോറും പറഞ്ഞു, നമ്മുടെ റുദർഫോർഡ് തൊട്ട് മുന്നേ വന്ന റുദർഫോർഡ് പറഞ്ഞു വെച്ചതുപോലെ ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റത്തിന്റെ സെന്റർ ന്യൂക്ലിയസ് ഉണ്ട്, ആറ്റത്തിന്റെ നടുക്കായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇരിക്കുന്നത്. ആ ന്യൂക്ലിയസിനെ ചുറ്റി ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലർ ഓർബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ റുദർഫോർഡ് പറഞ്ഞതുപോലെ തന്നെ സർക്കുലർ ഓർബിറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ സർക്കുലർ ഓർബിറ്റിലാണ് ആരെ കാണുന്നത്, ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുക. ഈ സർക്കുലർ ഓർബിറ്റ്സിലായിരിക്കും ഇലക്ട്രോൺസ് കാണാം. അതായത് ഒരു ഫിക്സഡ് സർക്കുലർ ഓർബിറ്റ് ഉണ്ട്, ആ സർക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, ന്യൂക്ലിയസിനെ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ബോർ പറഞ്ഞു വെച്ച ഒരു പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. റുദർഫോർഡിന്റെ പോസ്റ്റ്ലേറ്റിനോട് അദ്ദേഹം യെസ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് കൂടെ, ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോയിന്റ് പ്രപ്പോസ് ചെയ്ത് ക്വാണ്ടം മെക്കാനിക്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ശരിയാണ്, ന്യൂക്ലിയസ് നടുക്കുണ്ട്, ന്യൂക്ലിയസിനെ ചുറ്റി ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലർ ഓർബിറ്റൽ, ഫിക്സഡ് സർക്കുലർ ഓർബിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബോർ മോഡലും അത് തന്നെയാണ് പറയുന്നത്, ഫിക്സഡ് സർക്കുലർ ഓർബിറ്റിൽ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന്. പക്ഷെ അത് തന്നെയായിരുന്നു ആ ഒരു പോസ്റ്റ്ലേറ്റിന്റെ പോരായ്മ. ഫിക്സഡ് സർക്കുലർ ഓർബിറ്റ് എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. പക്ഷെ പിന്നീട് ഇപ്പൊ നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമുക്കറിയാം ഇവർ ഈ പറയുന്ന പോലെ ഫിക്സഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഓർബിറ്റ് ഒന്നും ഇല്ല ഇലക്ട്രോൺസിനെ റിവോൾവ് ചെയ്യാനായിട്ട്. നമുക്കൊരു പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റൂ. ഇലക്ട്രോണിനെ കാണാൻ സാധ്യത കൂടിയ ഒരു ഏരിയ, ഇന്നൊരു ഏരിയയിൽ ഇലക്ട്രോൺ കാണും എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സർക്കുലർ ഓർബിറ്റോ ഇല്ല, ഇതിൽ കൂടെ തന്നെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യാവോ എന്നൊന്നും ഇല്ല. അത് ഇന്ന് നമുക്കറിയാം. ക്വാണ്ടം മെക്കാനിക്സ് വളരെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് അതിന്റെ നോളജ് ഉണ്ട്. പക്ഷെ ആ കാലത്ത് അത് അക്സെപ്റ്റഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബോറും പറഞ്ഞു ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ കൂടെ ആണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എന്ന് അദ്ദേഹവും പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു പോയിന്റ് അഡീഷണൽ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആഡ് ചെയ്തു. ഈ പറയുന്ന പോലെ ഫിക്സഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ന്യൂക്ലിയസിന് പുറത്തുള്ള എല്ലാ ഓർബിറ്റിലും കൂടെ ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. ചില ഫിക്സഡ് ഓർബിറ്റുകളുണ്ട്, ചില പ്രത്യേക സെലക്റ്റഡ് ഓർബിറ്റുകളിൽ കൂടെ മാത്രമേ ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഓർബിറ്റിന്റെ പ്രത്യേകത ഇതാണ്. ആ ഓർബിറ്റില് ഏത് ഓർബിറ്റിലാണോ ഇലക്ട്രോൺ കാണുന്നത്, ഓക്കെ, ഏത് സർക്കുലർ പാത്തിലാണോ ഇലക്ട്രോണിനെ നമുക്ക് കാണാൻ പറ്റുന്നത്, ആ സർക്കുലർ പാത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഓർബിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം MVR, ഇലക്ട്രോൺ എന്താണ്, ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ അതിന് ഡെഫിനറ്റ് ആയിട്ട് എന്തുണ്ട്, ഒരു ആംഗുലർ മൊമെന്റം ഉണ്ട്. അത് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ആംഗുലർ മൊമെന്റ് ആയതുകൊണ്ട് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഉണ്ടെന്ന് പറയാം. സ്മോൾ ലെറ്റർ L വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം.
സോ ഇദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം that should be an integral multiple of h by 2 pi. mvr equal to h by 2 pi. എന്നിന്റെ വാല്യൂ 1 2 3 അങ്ങനെ പോകും. ഒരു ഇന്റഗ്രൽ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള ഓർബിറ്റുകളിൽ മാത്രമേ ഇലക്ട്രോൺസിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ന്യൂക്ലിയസിന് ചുറ്റും തോന്നുന്ന എല്ലാ സർക്കുലർ ഓർബിറ്റിലും ഇലക്ട്രോൺ ഇരിക്കുകയൊന്നുമില്ല. ചില ഫിക്സഡ് പോയിന്റുകളിൽ അല്ലെങ്കിൽ ചില ഫിക്സഡ് ഓർബിറ്റുകളിൽ മാത്രമേ ഇലക്ട്രോൺസിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫിക്സഡ് ഓർബിറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഓർബിറ്റ് ആണോ പെർമിറ്റഡ് ആയിട്ടുള്ള ഓർബിറ്റ്, ആ പെർമിറ്റഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് MVR. എം എന്ന് പറയുന്ന മാസ് ആണ്, വി വെലോസിറ്റി ആണ്, ആർ എന്ന് പറയുന്നത് ആ ഒരു ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർബിറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം MVR എന്ന് പറയുന്നത് h by 2 പൈയുടെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒരു ഇന്റഗ്രൽ വാല്യൂ 1 2 3 എന്ന് പറഞ്ഞ പോലെ. അത് അല്ലാണ്ട് ഇപ്പം MVR ഈക്വൽ ടു h by 2 പൈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർബിറ്റ് പെർമിറ്റഡ് ഓർബിറ്റ് ആണ്. അല്ലെങ്കിൽ MVR ഈക്വൽ ടു 2h by 2 പൈ അല്ലെങ്കിൽ 3h by 2 പൈ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഓർബിറ്റ് ഒക്കെ പെർമിറ്റഡ് ആണ്. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഓർബിറ്റ്, ഒരു ഇമാജിനറി ഓർബിറ്റ് വരച്ചു, ഒരു സർക്കുലർ പാത്ത്. ഞാൻ ഇവിടെ ഇലക്ട്രോണെ വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ആർബിട്രറി ആയിട്ട് എടുക്കുകയാണ്. അപ്പം ഇവിടെ ഇലക്ട്രോണെ വരച്ചു കഴിഞ്ഞിട്ട് അടുത്ത സർക്കുലർ പാത്ത് ഇവിടെ കൊടുത്തത്, ഇതിന്റെ നടുക്ക് ഞാൻ കൊടുത്തില്ല. സപ്പോസ് ഞാൻ വെറുതെ പറയാണ് ഈ ഒരു ഓർബിറ്റിൽ ഇരിക്കുമ്പോൾ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം MVR എന്ന് പറയുന്നത് h by 2 പൈക്ക് ഈക്വലന്റ് ആണെന്ന് വിചാരിച്ചു. ഈ ഒരു ഇമാജിനറി ഓർബിറ്റിൽ ആയിരുന്നു ഇലക്ട്രോൺ വന്നിരുന്നതെങ്കിൽ അതിന്റെ ആംഗുലർ മൊമെന്റം MVRന്റെ വാല്യൂ ഇപ്പൊ 1.5 h by 2 പൈ ആയി എന്ന് വിചാരിച്ചു. ഇതൊരിക്കലും പെർമിറ്റഡ് അല്ല. നമ്മൾ എന്താ പറയാ, MVR equal to NH by 2 പൈ. n എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ വാല്യൂ ആയിരിക്കണം, അല്ലാതെ ഇങ്ങനെ ഒരു ഡെസിമൽ നമ്പറോ ഫ്രാക്ഷനോ ഒന്നും വരാൻ പാടില്ല. ഇത് 1.5 h by 2 പൈ എന്നാണ് വന്നത്. ഇത് h by 2 പൈയുടെ ഒരു നോൺ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, ആംഗുലർ മൊമെന്റം വന്നിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഓർബിറ്റ് ഒരിക്കലും പെർമിറ്റഡ് അല്ല. അങ്ങനെ ഒരു ഓർബിറ്റിൽ ഇലക്ട്രോണെ കാണാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രോണെ കണ്ടതിന് ശേഷം അടുത്ത ഓർബിറ്റ് ഞാൻ ഇവിടെ ആയിട്ട് വരച്ചത്, അല്ലാതെ അടുക്കൊന്നും കയറ്റി വരയ്ക്കാതിരുന്നത്. ഓക്കെ, അപ്പൊ ഉദ്ദേശിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. ചില പ്രത്യേകമായിട്ടുള്ള സെലക്ടഡ് അല്ലെങ്കിൽ പെർമിറ്റഡ് ആയിട്ടുള്ള സർക്കുലർ ഓർബിറ്റിൽ മാത്രമേ ഇലക്ട്രോണെ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ എല്ലാ ഓർബിറ്റിലും കയറി ഇലക്ട്രോൺ റിവോൾവ് ചെയ്യില്ല. അപ്പൊ ഏതാ ഈ പെർമിറ്റഡ് അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പെർമിറ്റഡ് ഓർബിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആംഗുലർ മൊമെന്റം h by ഏത് ഓർബിറ്റിൽ ഇരിക്കുമ്പോഴാണോ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം h by 2 പൈയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിളിന് ഇക്വലന്റ് ആയിട്ട് വരുന്നത്, ആ ഓർബിറ്റുകൾ മാത്രമാണ് പെർമിറ്റഡ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രപ്പോസലാണ്. ശരിക്കും പറഞ്ഞാൽ MVR equal to NH by 2 പൈ. h by 2 പൈയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഡി ബ്രോഗ്ലി ഇക്വേഷൻ കൂടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ആംഗുലർ മൊമെന്റം h by 2 പൈയുടെ ഇന്റഗ്രൽ, വെറുതെ അങ്ങ് തോന്നുന്ന പോലെ എടുത്തതല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ഡിറൈവ് ചെയ്തെടുത്ത കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന് ഇക്വലന്റ് ആയത് എന്നുള്ളത് ഡി ബ്രോഗ്ലി ഇക്വേഷൻ പറയുന്ന സമയത്ത്, ആ നമ്മുടെ ഇതിന്റെ ഡുവൽ നേച്ചർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ തൽക്കാലം എങ്ങനെ എടുക്കാം. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ്ലേറ്റ്. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്താ പറയാ, ഇലക്ട്രോൺ ഒരു സെലക്ടഡ് ആയിട്ടുള്ള പെർമിറ്റഡ് ഓർബിറ്റിൽ കൂടെ റിവോൾവ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ ഇലക്ട്രോണിന് ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടാവും. ഈ ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് വേറൊരു എനർജി ആയിരിക്കും. ഈ ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ഓർബിറ്റിലും പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിന് അതിൻ്റെതായ ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ടാവും. ഓക്കെ, അത് ഏത് ഓർബിറ്റിലാണോ കാണുന്നത് അതനുസരിച്ച് അതിന്റെ എനർജി വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ഇലക്ട്രോൺ ഈ ഒരു ഓർബിറ്റിൽ എത്ര നേരം റിവോൾവ് ചെയ്യുന്നു അത്രത്തോളം സമയം ഇതിന്റെ എനർജി ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജി വെറുതെ പറയാണ് 20 ജൂൾ എന്ന് എടുക്കുക, ഇതിപ്പോ 50 ജൂൾ എന്ന് എടുക്കുക, ഇതിപ്പോ 90 ജൂൾ എന്ന് എടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺ ആണെങ്കിലും ഈ ഇലക്ട്രോൺ ആണെങ്കിലും അതിന്റെ ഓർബിറ്റ് ഇതാണ് എങ്കിൽ ആ ഇലക്ട്രോണിന്റെ എനർജി എന്തായിരിക്കും, 20 ജൂൾ ആയിരിക്കും. ഇലക്ട്രോണിന്റെ എനർജി 20 ജൂൾ, ഇതിന്റെ എനർജി 20 ജൂൾ തന്നെ ആയിരിക്കും. എത്രത്തോളം സമയം ഇത് ഈ ഓർബിറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു അത്രത്തോളം സമയം അതിന്റെ എനർജി 20 ജൂൾ എന്ന് ഫിക്സ് ചെയ്തിരിക്കും. അത് മാറില്ല. ഓക്കെ, എനർജി വേരി ചെയ്യില്ല. As long as the electron remain in a particular orbit, its energy remain unaltered.
അതിന്റെ എനർജി ചേഞ്ച് ചെയ്യാണ്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ സർക്കുലർ ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഈ പെർമിറ്റഡ് ആയിട്ടുള്ള ഫിക്സഡ് സർക്കുലർ ഓർബിറ്റ്സിന് നമുക്ക് എനർജി സ്റ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓരോ ഓർബിറ്റിനും ഓരോ എനർജി ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ എനർജി ലെവൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ് എന്ന് പറയാം ഈ ഓർബിറ്റിന്. ഈ എനർജി ലെവൽ അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ KLM എന്ന് വിളിക്കുന്നത്. ഇത് KLM അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ആ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഷെൽ എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കുന്നത് ഈ ഓർബിറ്റിനെയാണ്, സർക്കുലർ ഓർബിറ്റിനെയാണ്. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ എനർജി ഉണ്ടാവും, അത് ഫിക്സഡ് ആയിരിക്കുകയും ചെയ്യും. സോ ഇതിന് നമുക്ക് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നും പറയാം. സ്റ്റേഷനറി ആണ് ബിക്കോസ് എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. ഓരോ ഓർബിറ്റിന്റെ എനർജി ഫിക്സഡ് ആണ്, അത് മാറില്ല, ഫിക്സഡ് എനർജി ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യില്ല. സോ അതിനെ നമുക്ക് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്നൊക്കെ വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രിൻസിപ്പൽ ഷെൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, KLMN വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അദ്ദേഹത്തിന്റെ വേറൊരു പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോൺ എനർജി റേഡിയേറ്റ് ചെയ്യാം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർബിറ്റിൽ ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് വരണം എന്ന് വിചാരിച്ചു. ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുമ്പോൾ ഇലക്ട്രോൺ എനർജി 20 ജൂൾ ആണ്. സെക്കൻഡ് ഓർബിറ്റിൽ എത്തുമ്പോൾ അതിന്റെ എനർജി എത്ര ആയിട്ട് മാറണം? 50 ജൂൾ ആയിട്ട് മാറിയിരിക്കണം. പക്ഷേ ഈ ഇലക്ട്രോണിന്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 20 ജൂൾ എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും 30 ജൂൾ എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയി ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ എത്ര എനർജി കൊടുക്കണം? 30 ജൂൾ എനർജി കൊടുക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 20 ജൂളിന്റെ കയ്യിലുണ്ടായിരുന്നു, 30 ജൂൾ റിസീവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 50 ജൂൾ ആയിക്കോളും. ഓക്കെ, അങ്ങനെ ഒരു ഷെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് അത് എക്സൈറ്റഡ് ആവുകയോ അല്ലെങ്കിൽ ഡി എക്സൈറ്റഡ് ആവുകയോ ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി ചേഞ്ച് ഉണ്ടാവും. അതർവൈസ് അതിന്റെ എനർജി ചേഞ്ച് ചെയ്യാണ്ട് നിൽക്കും ഇലക്ട്രോണിന്റെ എനർജി. ഇനി അതല്ല, ഈ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങോട്ടേക്ക് പോകണം, 50 ജൂൾ ആണ്, 20 ജൂളിലേക്ക് പോകണം. എന്ത് ചെയ്യും? 30 ജൂൾ എനർജി അത് എമിറ്റ് ചെയ്യും, പുറത്തേക്ക് എമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരു എനർജി ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എനർജി എമിറ്റ് ചെയ്യും, എന്നിട്ടായിരിക്കും ട്രാൻസിഷൻ നടക്കുക. അപ്പോഴാണ് എനർജി ചേഞ്ച് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ പറയാൻ പറ്റുന്നത് ഈ ഡിഫറൻസ് ആണ്. ഓക്കെ, greater the distance of the orbit from the nucleus, more will be the energy associated with it. These orbits are called energy levels. Nothing, നമ്മൾ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ന്യൂക്ലിയസിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ഓർബിറ്റിന്റെ എനർജി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഓർബിറ്റിനെക്കാട്ടിലും എനർജി കൂടുതലായിരിക്കും ഇത്, അതിനെ കൂടുതലായിരിക്കും എനർജി ഈ ലാസ്റ്റ് ഓർബിറ്റ്. അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നതിനനുസരിച്ച്, പുറത്തേക്ക് പോണതിനനുസരിച്ച് ഈ ഓർബിറ്റുകളുടെ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേ ഇരിക്കും. പക്ഷെ ആ ഒരു എനർജി ഗ്യാപ്പിലുള്ള വ്യത്യാസം, അതാണ് നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്യാണ്ട് പോകുന്നത്. പലരും അത് നോട്ടീസ് ചെയ്യാറില്ല. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം, അതൊന്നും ഇപ്പം പറയാം. ആ ഒരു എങ്ങനെയാണ് അതിന്റെ എനർജി ചേഞ്ച് ചെയ്യാന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നോളൂ. ചിലപ്പം എങ്ങാനും ഒബ്ജക്റ്റ് MCQ ക്വസ്റ്റ്യൻസ് അല്ലേ വരാം, അപ്പോഴത്തേനും എങ്ങനെ ട്രൂ ലൈക്ക് ഇപ്പോൾ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പം ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയിരിക്കുക. ഇതിപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ അല്ലേ, അതിന്റെ എനർജി ഞാൻ E1 എന്ന് എടുത്തു, സെക്കൻഡ് ഓർബിറ്റിന്റെ എനർജി E2, തേർഡിന്റെ എനർജി E3, ഇനി അടുത്തൊരു ഓർബിറ്റിൽ എന്താ വെച്ചാൽ അതിന്റെ എനർജി E4. ഓക്കെ, അപ്പൊ എങ്ങനെ എടുത്തു? ഇനി ഇവര് തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, ഫസ്റ്റ് ഓർബിറ്റും സെക്കൻഡ് ഓർബിറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? E2 മൈനസ് E1 അല്ലേ, E2 മൈനസ് E1 ആണ് അവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ്. ഈ സെക്കൻഡും തേർഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് E3 മൈനസ് E2. ഓക്കെ, E3 E2 കുറയ്ക്കുമ്പോൾ അതല്ലേ ഈ ഒരു കറസ്പോണ്ടിങ് എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? E3 മൈനസ് E2 ആണ്. ദെൻ തേർഡും ഫോർത്തും ആകുമ്പോൾ E4 മൈനസ് E3. സിംപ്ലി ഈ ഒരു എനർജി ഗ്യാപ്പ്, ഇത് ഫസ്റ്റ് എനർജി ഗ്യാപ്പ്, സെക്കൻഡ് എനർജി ഗ്യാപ്പ്, തേർഡ് എനർജി ഗ്യാപ്പ്. അപ്പോൾ ആ ഒരു എനർജി ഗ്യാപ്പിന്റെ ഓർഡർ ഇങ്ങനെ ആയിരിക്കും വരിക. എനർജി ഗ്യാപ്പിന്റെ ഓർഡർ ഇങ്ങനെ ആയിരിക്കും വരിക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഓർബിറ്റും രണ്ടാമത്തെ ഓർബിറ്റും, ഫസ്റ്റ് ഓർബിറ്റും സെക്കൻഡ് ഓർബിറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ആയിരിക്കും മാക്സിമം. നമ്മൾ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഒരു എനർജി ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ E1ഉം E2ഉം തമ്മിലുള്ള എനർജി ഗ്യാപ്പ് മാക്സിമം ആയിരിക്കും. E2ഉം E3ഉം തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അതിലും കുറവായിരിക്കും. E3ഉം E4ഉം തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അതിലും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോണതിനനുസരിച്ച്
ഈ ഷെല്ലുകൾ എന്താണ് കുറച്ചുകൂടെ അടുത്തേക്ക് വരുവാണ്. ഓക്കെ, ഷെല്ലുകൾ എന്താണ് കുറച്ച് അടുത്തേക്ക് വരാം. മീൻസ് ഇൻ ദ സെൻസ് അവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ E1ഉം E3 ആയിട്ടുള്ള എനർജി ഗ്യാപ്പ് സപ്പോസ് ഇവിടെ ഇപ്പോൾ ഒരു 30 ജൂൾ ആണ് എങ്കിൽ ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ജസ്റ്റ് ഒരു 20 ജൂളേ ഉണ്ടാവുള്ളൂ. ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ഒരു 10 ജൂളേ വരുള്ളൂ. ഇനി അടുത്തവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ചിലപ്പോൾ ഒരു 3 ജൂൾ ആയിരിക്കും. അങ്ങനെ പൊക്കോണ്ടിരിക്കും. അതായത് പുറത്തേക്ക് പോണതിനനുസരിച്ച് എനർജി ഗ്യാപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബോർ മോഡലിന്റെ മെയിൻ പോസ്റ്റുലേറ്റ്. അദ്ദേഹം ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു എന്താ പറയാ ആറ്റത്തിനെ കുറിച്ചിട്ട്, ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞ് വെച്ചത്. നമുക്ക് ബോർ മോഡലിന്റെ എന്താ നോക്കാം, ഇത് നോക്കാം, മെറിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ബോർ മോഡൽ റുദർഫോർഡ് മോഡൽ പോലല്ല, അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ക്വാണ്ടം മെക്കാനിക്സും കൂടെ ഇതിൽ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടം പോസ്റ്റ്ലേറ്റ്സ് നമ്മളിപ്പോൾ ആംഗുലർ മൊമെന്റത്തിന്റെ കാര്യം പറഞ്ഞു, ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞു. MV = NH/2π ആംഗുലർ മൊമെന്റം വരുന്ന ഓർബിറ്റ്സ് മാത്രമാണ് പെർമിറ്റഡ് എന്ന് പറഞ്ഞു. അതായത് അത് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയും. തോന്നുന്ന എല്ലാ ആംഗുലർ മൊമെന്റം ഒന്നും ഇലക്ട്രോണിന് അക്സെപ്റ്റബിൾ അല്ല. അതായത് ഒരു ഓർബിറ്റിലിരിക്കുന്ന ആംഗുലർ, ഓർബിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാത്താണ്, അതിന് പ്രത്യേക കാര്യമൊന്നുമില്ല. ആ ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോണിനാണ് നമ്മൾ ഈ ആംഗുലർ മൊമെന്റം പറയുന്നത്, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിന് എല്ലാ ആംഗുലർ മൊമെന്റം ഒന്നും പോസിബിൾ അല്ല. ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആംഗുലർ മൊമെന്റം മാത്രമേ ഇലക്ട്രോൺസിന് പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഇലക്ട്രോൺസിന്റെ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. NH/2π എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് വരത്തക്ക രീതിയിലുള്ള ആ ഒരു ഡെഫിനിറ്റ് വാല്യൂസ് ഓഫ് ആംഗുലർ മൊമെന്റം മാത്രമാണ് ഒരു ഇലക്ട്രോണിന് പോസിബിൾ ആവുന്നത്, ഏത് സിസ്റ്റം എടുത്താലും. അപ്പൊ അതായത് ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ്, കണ്ടിന്യൂസ് അല്ല. അപ്പൊ 1 to 100 വരെയുള്ള എല്ലാ വാല്യൂസും അതിന് പോസിബിൾ അല്ല. അതിൽ ചില സെലക്ടഡ് വാല്യൂസ് ഉണ്ടാവും, അത് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. സോ അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, MV = NH/2π എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റുലേറ്റിനെ വിളിക്കുന്ന വേറൊരു പേര് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം എന്താണ്, അവിടെ ക്വാണ്ടൈസ്ഡ് ആവുകയാണ്, തോന്നുന്ന എല്ലാ വാല്യൂസും പോസിബിൾ അല്ലാണ്ട് ഡിസ്കണ്ടിന്യൂസ് ആവുകയാണ്, അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് ആവുകയാണെന്ന് നമുക്ക് പറയാം. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി പറയുന്ന പോലെ ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ നമ്മളിവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഇലക്ട്രോൺസ് ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ എക്സൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡി എക്സൈറ്റഡ് ആകുമ്പോഴത്തേനും അവിടെ എനർജി ഒന്നെങ്കിൽ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും. അപ്പൊ ഈ എനർജി അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോൺസിന്റെ ഫോമിലായിരിക്കും ഈ എനർജി എമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എനർജി എന്ന് പറയുന്നത്, ആ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് hν ഇക്വലന്റ് ആയിരിക്കും. എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, എനർജി ഈസ് ഈക്വൽ ടു hν എന്നുള്ളതല്ലേ. hν എന്ന് പറയുന്നത് ഒരു ഫോട്ടോണിന്റെ എനർജിയാണ് അല്ലെ. അപ്പൊ അതാണ് ക്വാണ്ടം തിയറി പറയുന്നത്, ലൈറ്റ് പ്രോപ്പഗേറ്റ് ചെയ്യുന്നത് ഫോട്ടോൺസിന്റെ ഫോമിലാണ്, അല്ലെങ്കിൽ എനർജി പാക്കറ്റുകളായിട്ടാണ് ലൈറ്റ് പോകുന്നത്. അതിൽ ഒരു എനർജി പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് hν എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഇപ്പൊ നോക്കി, ഇവിടെ തന്നെ നോക്കി, ഈ ഒരു ഇലക്ട്രോൺ ഈ ഒരു എനർജി ലെവലിൽ നിന്ന് ഈ ഒരു എനർജി ലെവലിലേക്ക് ഡി എക്സൈറ്റഡ് ആയി. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോയി. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇവിടെ എനർജി എമിറ്റ് ചെയ്യുന്നു. ഈ എമിറ്റ് ചെയ്യുന്ന എനർജി ലൈക്ക് ഫോട്ടോൺസിന്റെ ഫോമിലായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ, എമിറ്റ് ചെയ്യുന്ന എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് E1 ആണ്, ഇത് E2 എനർജി ലെവലാണ്, E2 - E1 ഡെൽറ്റ ഇ. ഓക്കെ, ഈ ഒരു എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അല്ലേ എമിറ്റ് ചെയ്യുന്നത്, അതെന്തിന് ഇക്വലന്റ് ആയിരിക്കും, ഡെൽറ്റ ഈസ് ഈക്വൽ ടു hν. h എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, ν എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ്. ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഒരു ഫോട്ടോൺ ആണ്, ഒരു ഫോട്ടോൺ ഓഫ് എനർജി ആയിരിക്കും അവിടെ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതേ ഉള്ളൂ. അപ്പൊ ഇതും കൂടെ വരുമ്പോഴത്തേന് എന്താണ്, ആ ഒരു ക്വാണ്ടൈസേഷന്റെ കാര്യം കൂടി ഇവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ബോർ മോഡൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആവുന്നത്. ഇനി നമുക്ക് ബോർ ആറ്റം മോഡലിലെ മെറിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം.
ബോർ ആറ്റം മോഡലിന്റെ മെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെയും അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രത്യേകത 1 ഇലക്ട്രോൺ സിസ്റ്റം അല്ലെ, അതുപോലെയുള്ള 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് 1 ഇലക്ട്രോൺ വരുന്ന സിസ്റ്റമാണ്. ലൈക്ക് ഇപ്പോൾ ഹീലിയം പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ 1 ഇലക്ട്രോണേ ഉള്ളൂ. ലിഥിയം 2+ എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അതുപോലെ 1 ഇലക്ട്രോൺ വരുന്ന ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിന്റെ എനർജി, ഓരോ ഓർബിറ്റിന്റെയും എനർജി പറയാനായിട്ടും അതുപോലെ ഓരോ ഓർബിറ്റിന്റെയും റേഡിയസ് എത്രയാണെന്ന് പറയാനായിട്ട് നമുക്ക് ബോർ തിയറി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബോർ തിയറി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ, അതായത് ഓരോ ഓർബിറ്റിന്റെയും എനർജിക്കും ഓർബിറ്റിന് അതിൻ്റെ ഓരോ ഓർബിറ്റിന്റെയും റേഡിയസ് ഡിഫറെന്റ് അല്ലേ ന്യൂക്ലിയസ് ആയിട്ട് നോക്കുമ്പോൾ. അപ്പൊ ആ ഓരോ ഓർബിറ്റിന്റെയും റേഡിയസും ഓരോ ഓർബിറ്റിലും ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ ഉള്ള ഇലക്ട്രോണിന്റെ എനർജിയും വളരെ കൃത്യമായിട്ട് ബോർ തിയറി വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ എഴുതിയിടാം. ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ചോദിക്കാം, റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. ഇപ്പൊ ഇന്ന ഓർബിറ്റിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ആണ്, ആ ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ്, അല്ലെങ്കിൽ ഇന്ന ഓർബിറ്റിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ആണ്, അതിന്റെ എനർജി എത്രയാണ്, എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പൊ ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അപ്പൊ ആ 2 ഇക്വേഷനും ബോർ തിയറിന്നാണ് വരുന്നത്. ഡെറിവേഷനും കാര്യങ്ങളൊന്നും നോക്കണ്ട, ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ എങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഡെറിവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പം കോളേജിൽ ചെയ്യുന്നുണ്ടാവും, യൂണിവേഴ്സിറ്റി എക്സാമിന് essay മോഡൽ വരുമ്പോൾ. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചോദിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. എക്സ്പെരിമെന്റൽ വാല്യൂ ആയിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള എഗ്രി ചെയ്ത് നിൽക്കുന്ന ആക്യുറേറ്റ് റിസൾട്ട് തന്നെയാണ് ബോർ തിയറി വെച്ച് നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. അപ്പൊ അത് അതിന്റെ ഒരു മെറിറ്റ് ആണ്. പിന്നെ ബോർ തിയറി വെച്ച് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്താ പറയാ, ഇലക്ട്രോൺ ഇങ്ങനെ എക്സൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡി എക്സൈറ്റ് ചെയ്യുന്ന സമയത്തോ എനർജി എമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എനർജി എമിറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് കിട്ടുന്നത്. ഹൈഡ്രജൻ സ്പെക്ട്രം, ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം ഒക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോർ തിയറി വെച്ച് പറ്റുന്നുണ്ട്. അതാണ് അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ബോർ തിയറിയുടെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബോർ തിയറി ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിന് 1 ഇലക്ട്രോൺ വരുന്ന ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഒന്നിലധികം ഇലക്ട്രോൺസ് വരുന്ന ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ബോർ തിയറി അവിടെ ഫെയിൽ ആവുന്നതായിട്ട് കാണാൻ പറ്റും. മോർ ദാൻ 1 ഇലക്ട്രോൺ വരുന്ന സിസ്റ്റത്തിനകത്ത് ബോർ തിയറി നമുക്ക് ആപ്ലിക്കബിൾ അല്ല. ദെൻ ബോർ തിയറി വെച്ച് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രം എടുക്കുമ്പോൾ അവിടെ കുറേ ഫൈൻ ലൈൻസ്, നമുക്ക് കുറേ ലൈൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ലൈൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് ബോർ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫൈൻ സ്ട്രക്ചർ, ഫൈൻ സ്പെക്ട്രം ഉണ്ട്, ഹൈഡ്രജന്റെ സ്പെക്ട്രം ഉണ്ട്, ലൈൻ സ്പെക്ട്രം ഉണ്ട്, അതുപോലെ ഫൈൻ സ്പെക്ട്രം ഉണ്ട്. ലൈൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ കുറെ സീരീസ് ഓഫ് ലൈൻസ് വന്നിട്ട് ഉള്ളൊരു സ്പെക്ട്രം. ഫൈൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ആ ലൈനുകൾക്കിടയിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കുറേ ഫൈൻ ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവും. അപ്പൊ ആ ഫൈൻ ലൈൻസ് എന്തുകൊണ്ട് വരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോർ തിയറിക്ക് പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അത് ബോർ മോഡലിന്റെ വേറൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹൈഡ്രജന്റെ സ്പെക്ട്രം മാറുക എന്നുള്ളത്, അതായത് സ്റ്റാർക്ക് ഇഫക്റ്റും അതുപോലെ സീമാൻ ഇഫക്റ്റും എന്ന് പറയും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്പെക്ട്രത്തിന് ഉണ്ടാകുന്ന ഇഫക്റ്റ് അല്ലെങ്കിൽ സ്പെക്ട്രത്തിൽ സംഭവിക്കുന്ന ചേഞ്ച്, അതിനെ സീമാൻ ഇഫക്റ്റ് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്പെക്ട്രത്തിന് ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ബോറിന് പറ്റുന്നില്ല, ബോർ മോഡലിന് പറ്റുന്നില്ല. എങ്ങനെയാണ് ആ സ്പെക്ട്രം ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനെ മാറുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബോർ തിയറിയുടെ ഒരു എന്താ പറയാ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രശ്നം പറ്റിയത്, ബോർ നമ്മുടെ ഇലക്ട്രോൺസിനെ പെർഫെക്റ്റ്ലി പാർട്ടിക്കിൾ ആയിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്തത്. പക്ഷെ നമുക്കറിയാം ഇലക്ട്രോൺസിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളാണ്, അതേസമയം അതൊരു വേവും ആണ്, ഡുവൽ നേച്ചർ ആണുള്ളത്. പക്ഷെ ആ ഡുവൽ നേച്ചർ ഇദ്ദേഹം കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇലക്ട്രോണിന് ഒരു പാർട്ടിക്കിൾ ആയിട്ട് എടുത്തിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ ബോർ തിയറിയുടെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ ആ 2 ഇക്വേഷൻസ്, അതായത് റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ഓർബിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കും. ഇപ്പൊ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് അല്ല സെക്കൻഡ് ഓർബിറ്റ്, അതിന്റെ റേഡിയസ് അല്ല തേർഡ് ഓർബിറ്റ്. ഓർബിറ്റിന്റെ റേഡിയസ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഓർബിറ്റിന്റെയും റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും അദ്ദേഹം പ്രപ്പോസ് ചെയ്തു, അതുപോലെ തന്നെ എനർജി. അപ്പൊ ആ 2 ഇക്വേഷൻസ് ഞാനിപ്പോൾ ഒന്ന് എഴുതാം, അതുകൂടെ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ.
radius of an orbit. Orbit in the radius find out on equation. R equal to n square h square by 4 pi square m e k z e square. ഓക്കെ, അപ്പോൾ ഇത് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. പക്ഷേ ഇതിനേക്കാട്ടിലും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഇക്വേഷൻ ആയിട്ട് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് പഠിക്കണ്ട. ഈ വാല്യൂസും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എല്ലാം നമ്മുടെ കോൺസ്റ്റന്റുകൾക്ക് കൊടുക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്താൽ മതി. നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെയും അതിന്റെ ഇതിന്റെ ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ഇക്വേഷൻ, അതായിരിക്കും നല്ലത്. മറ്റേത് കുറെ ലെങ്തി ആണ്. 0.529 n സ്ക്വയർ ബൈ z ഇൻറ്റു e. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ കേട്ടോ. ഇതാണ് nth ഓർബിറ്റിന്റെ റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ ടു ഫൈൻഡ് nth റേഡിയസ്, nth ഓർബിറ്റിന്റെ റേഡിയസ്. ഏതെങ്കിലും nth ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു റേഡിയസ്, ഏതെങ്കിലും ഒരു ഓർബിറ്റ്, ഫസ്റ്റ് ഓർബിറ്റ് ആ, സെക്കൻഡ് ഓർബിറ്റ് ആ, തേർഡ് ഓർബിറ്റ്, അതെന്താണോ അവർ ചോദിക്കുന്നത് അതനുസരിച്ച് ചെയ്യുക. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ nth ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് R equal to 0.529 n square a by z എന്നുള്ളത്. അപ്പൊ n എന്ന് പറയുന്നതാണ് എന്റെ ഓർബിറ്റ്. എന്നിന്റെ വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം, എന്താന്ന് വെച്ചാൽ അത് എത്രാമത്തെ ഓർബിറ്റ് ആണോ ചോദിക്കുന്നത് അത്. അപ്പൊ n എന്ന് പറയുന്നതാണ് ഓർബിറ്റ്. z എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അതിപ്പോ ഹൈഡ്രജൻ ആണെങ്കിൽ അറ്റോമിക് നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി അതല്ല ഹീലിയം പ്ലസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതിനെ കണ്ടുപിടിക്കാം. സെയിം തന്നെയാണ്. കാരണം ഹീലിയം പ്ലസ് എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, പക്ഷെ നമ്പർ ഓഫ് ഇലക്ട്രോൺ സ്റ്റിൽ 1 അല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ബോർ മോഡൽ ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ലിത്തിയം 2+ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഇവിടെ നമ്മൾ അറ്റോമിക് നമ്പർ നോക്കുവാണെങ്കിൽ 3 ആണ്, പക്ഷെ പ്രശ്നമില്ല, ഇതൊരു 1 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. അപ്പൊ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിന് ആപ്ലിക്കബിൾ ആണ്. ഹൈഡ്രജൻ സിസ്റ്റത്തിന് വളരെയധികം ആപ്ലിക്കബിൾ ആണ്. കൃത്യമായിട്ട് ആ റേഡിയസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നു പറയുന്നതാണ് ഓർബിറ്റ്, എത്രാമത്തെ ഓർബിറ്റ് ആണെന്നുള്ളത്. Z എന്ന് പറയുന്നത് അതിന്റെ എന്താ പറയാ അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ, എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? മാസ് നമ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ ഒന്നത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഏറ്റവും സിമ്പിൾ ആക്കിയിട്ടാണ് തന്നേക്കുന്നത്, ഫൈനൽ ഇക്വേഷൻ തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ റേഡിയസ് ഈക്വൽ ടു 0.529 n square a by z എന്നല്ലേ പറഞ്ഞത്. അപ്പം R is directly proportional to n square a by z because ഇതൊരു കോൺസ്റ്റന്റ് ആണ്. സോ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കൊടുത്തു. n square a by z. n എന്ന് പറയുന്നത് എന്താണ്? ഓർബിറ്റിന്റെ നമ്പർ ആണ്. അപ്പൊ എന്നിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ, അതായത് ഓർബിറ്റിന്റെ നമ്പർ കൂടുന്നതനുസരിച്ച് റേഡിയസ് കൂടും. തീർച്ചയായും നമുക്കറിയാം കെ ഷെല്ലിനെക്കാളും വലുതാണ് എൽ ഷെൽ, എൽ ഷെല്ലിനെക്കാളും വലുതാണ് എം ഷെൽ. അപ്പോൾ പുറത്തേക്ക് വരുന്നതിനനുസരിച്ച്, അതായത് എന്നിന്റെ വാല്യൂ, ഓർബിറ്റിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അതിന്റെ കറസ്പോണ്ടിങ് റേഡിയസ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. Then R is inversely proportional to Z. 1/z അല്ലേ? അപ്പോ 1/z ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് 1/z ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, Z ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. Z എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അല്ലേ? അതായത് നമ്മുടെ റേഡിയസ്, നമ്മുടെ ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ പ്രോട്ടോൺസിന്റെ ആ ന്യൂക്ലിയസിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടോൺസിന്റെ നമ്പർ കൂടി വരുന്നതിനനുസരിച്ച് റേഡിയസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ റേഡിയസ്, ഓർബിറ്റിന്റെ റേഡിയസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പുൾ, അട്രാക്ഷൻ കൂടുന്നത് കൊണ്ടാണ്.
ഓക്കെ, മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത്? നമ്മുടെ നടുക്ക് ന്യൂക്ലിയസ് ഇരിപ്പുണ്ട്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ന്യൂട്രോൺസിന് ചാർജ് ഒന്നും ഇല്ല, പ്രത്യേക കാര്യമൊന്നുമില്ല. ചുറ്റും ഓർബിറ്റ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ബോർ മോഡൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാം, അദ്ദേഹത്തിന്റെ തിയറി വെച്ച് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. ഇക്വേഷനിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, Z കൂടിക്കഴിഞ്ഞാൽ R വാല്യൂ കുറയും. Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്, അതെന്ന് പറയുന്നത് പ്രോട്ടോൺസിന്റെ നമ്പർ ആണ്. അപ്പൊ ന്യൂക്ലിയസിനുള്ളിൽ പ്രസന്റ് ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ആ പോസിറ്റീവ്ലി ചാർജ്. അപ്പൊ ഈ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺസിന്റെ നമ്പർ കൂടി കൂടി വരുമ്പോഴത്തേനെ ഈ റേഡിയസ് എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് റേഡിയസ് കുറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓർബിറ്റിൽ ആരാ പ്രസന്റ് ആയിട്ടുള്ളത്? നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. ന്യൂക്ലിയസിനുള്ളിൽ ആരാ? പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ആണ്. അപ്പൊ സെഡിന്റെ വാല്യൂ കൂടാ മീൻസ് പ്രോട്ടോൺസിന്റെ നമ്പർ കൂടാണ്. അതായത് ന്യൂക്ലിയസിന്റെ ആ പോസിറ്റീവ് ചാർജ് എന്താണ്? കൂടാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ ഈ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ അതെന്ത് ചെയ്യും? മാക്സിമം അതിന്റെ അടുത്തേക്ക് പുള്ള് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാൻ മീൻസ് ഓർബിറ്റിന്റെ റേഡിയസ് കുറഞ്ഞു വരുമല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ, അക്രോസ് എ പീരീഡ്, ഒരു പീരീഡിന് അക്രോസ് ആയിട്ട് പോകുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? റേഡിയസ് കുറയാണ് അല്ലെ? ഇപ്പം കാർബൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ഇപ്പം ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, അങ്ങനെ പോവാണ്. അപ്പൊ ബോറോണിനെക്കാട്ടിലും എന്താ പറയാ, ബോറോണിന് 5 ആണ്, അറ്റോമിക് നമ്പർ 5 ആണ്, കാർബണിന് 6 ആണ്, നൈട്രജൻ 7 ആണ്, ഓക്സിജൻ 8, ഫ്ലൂറിൻ ആണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ്, ഒരു പീരീഡിന് അക്രോസ് ആയിട്ട് പോകുമ്പോഴത്തേന് അറ്റോമിക് നമ്പർ കൂടി വരാണ്. അറ്റോമിക് നമ്പർ കൂടുമ്പോൾ എന്താണ്? ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് കൂടുകയാണ്. റേഡിയസ് സ്വാഭാവികമായിട്ട് ആ ഇലക്ട്രോൺസിന് മാക്സിമം, ഈ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന് അതിന്റെ അടുത്തേക്ക് വലിക്കുമ്പോൾ ഓർബിറ്റ് ഇലക്ട്രോൺസ് അതിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യല്ലേ? ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ മീൻസ് ആ ഓർബിറ്റ് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. അപ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഓർബിറ്റിന്റെ റേഡിയൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ബോറോണിനെക്കാട്ടിലും റേഡിയസ് കുറവായിരിക്കും കാർബൺ. അപ്പൊ ബോറോണിന്റെ ഫസ്റ്റ് ഓർബിറ്റിനെക്കാട്ടിലും റേഡിയസ് കുറവായിരിക്കും കാർബണിന്റെ ഫസ്റ്റ് ഓർബിറ്റിന്. കാർബണിന്റെ ഫസ്റ്റ് ഓർബിറ്റിനെക്കാട്ടിലും റേഡിയസ് കുറവായിരിക്കും നൈട്രജന്റെ ഫസ്റ്റ് ഓർബിറ്റ്. ഓക്കെ, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഓരോ എലമെന്റ്സിന്റെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആ ഒരു എന്താ ഓർബിറ്റിന്റെ റേഡിയസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ വെച്ച് അതിന്റെ ഒരു ഫിസിക്കൽ മീനിങ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പോലെ പറഞ്ഞേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഒരെണ്ണം കൂടെ വരുന്നത് ഇതിന്റെ എന്താ പറയാ, എനർജിയാണ്. ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാൻ ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അത് ഓരോ ഓർബിറ്റിലും പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിന് ഓരോ എനർജി ആയിരിക്കും. ഫസ്റ്റ് ഓർബിറ്റിലുള്ള എനർജി അല്ല സെക്കൻഡ് ഓർബിറ്റില്. അപ്പൊ ആ ഓരോ ഓർബിറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു nth ഓർബിറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ പ്രസന്റ് ഇൻ nth ഓർബിറ്റ്. nth ഓർബിറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ എനർജി is equal to minus 13.6 z square by n square ഇലക്ട്രോൺ വോൾട്ട്. മനസ്സിലായോ? അപ്പൊ nth ഓർബിറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് 13.6 z സ്ക്വയർ ബൈ n സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളതാണ്. n എന്ന് പറയുന്നത് ഓർബിറ്റിന്റെ നമ്പർ, എത്രാമത്തെ ഷെല്ലാണ്, പ്രിൻസിപ്പൽ ഷെല്ലിന്റെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത് n എന്നുള്ളത്. അപ്പൊ ഇതാണ് ഓർബിറ്റിന്റെ നമ്പർ. z എന്നുള്ള എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ ഇത് വെച്ച് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാനായിട്ട്? എനർജി കണ്ടുപിടിക്കാൻ. ഇതിൽ തന്നെ ജൂളിലാക്കുമ്പോഴത്തേനെ നമ്മളിപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ, അപ്പൊ ഇതിനെ ജൂളിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മൈനസ് 21.79 ഇൻറ്റു 10⁻⁻⁹ z സ്ക്വയർ ബൈ n സ്ക്വയർ ജൂൾ. അപ്പൊ ഇത് ഓർത്തിരിക്കാം. ഓക്കെ, ഇത് ഓർത്തിരുന്നാൽ മതി. മൈനസ് 13.6 z സ്ക്വയർ ബൈ n സ്ക്വയർ ഇലക്ട്രോ വോൾട്ട്. ഇതാണ് nth ഓർബിറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത്. അത് ജൂളിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ ആവും. അപ്പൊ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കോൺസ്റ്റന്റ് അറിയാമല്ലോ. അപ്പൊ അത് വെച്ച് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ആ കോൺസ്റ്റന്റ് വാല്യൂ 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളോം. ഓക്കെ, കൂളോം അല്ലെങ്കിൽ ജൂൾ. അപ്പൊ അതാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻⁹ ആണ്. അപ്പൊ ഈ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് 13.6ന്
ഈ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1.6 ഇൻറ്റു 10⁻⁻9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ വാല്യൂ 21.79 ഇൻറ്റു 10⁻⁻9. അത് ജൂളിലാണ്. ഓക്കെ, അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം അല്ലെങ്കിൽ ജൂൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഈ ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത് വാല്യൂ ജൂളിൽ കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് വാല്യൂ ബൈ ഹാർട്ട് ചെയ്യണം എന്നില്ല. ഫസ്റ്റ് വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബോർ തിയറിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനലി പറഞ്ഞ 2 ഇക്വേഷൻസ് ഓർത്തിരിക്കാം, പ്രോബ്ലം ചോദിക്കാം, നേരിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വരുന്നത് അറ്റോമിക് സ്പെക്ട്രം ആണ്, അതായത് ഹൈഡ്രജൻ്റെ സ്പെക്ട്രം ആണ്. നമ്മൾ പറഞ്ഞു ബോർ തിയറി വെച്ച് ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള പറഞ്ഞു. സിമ്പിളാണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് നോക്കാം.